ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറും അര ഗ്ലാസ് പാലും കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റില്ല ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചപ്പാത്തിയേക്കാൾ 10 മടങ്ങ് ടേസ്റ്റിൽ വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അതുപോലെ ഇത് വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.25 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആളുകളുള്ളത് അതിനനുസരിച്ചിട്ട് ചോറെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ 1 കപ്പും 1/4 കപ്പും ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അര ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലുള്ളൊരു വലിയ പാത്രം എടുത്ത് വെക്കാം. ആ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ അരച്ച ചോറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 കപ്പ് ഗോതമ്പ് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആളുകൾക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പം ഞാൻ ഇവിടെ 1.25 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 3 കപ്പ് ഗോതമ്പ് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാലും ചോറും അരക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടാവും. നമ്മൾ അര ഗ്ലാസ് പാലല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് കുഴച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ടൈറ്റായി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സാധാരണ നമ്മൾ ചപ്പാത്തി മാവിന് എങ്ങനെയാണ് കുഴക്കുക ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഓരോ ഗോതമ്പ് മാവിനും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈനെ കൊണ്ട് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇത് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ നമുക്ക് ഇത് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ പീസായിട്ട് കയ്യിലെടുത്തിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് മൈദമാവ് തൂവിക്കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ 2 സൈഡ് ഒന്ന് മടക്കുക. അങ്ങനെ 4 ഭാഗവും ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗോതമ്പ് മാവ് വിതറി കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് 4 സൈഡും ഒന്ന് ലെവലായിട്ടൊന്ന് പരത്തിയെടുക്കാം. പിന്നെ അധികം തടിയും ആവരുത്, അതുപോലെ തന്നെ അധികം നൈസും ആയി പോകരുത്. നമ്മളൊരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ.
അങ്ങനെ നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ആദ്യം ഒന്ന് പൊടിയിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മാവിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ മുഴുവൻ ചപ്പാത്തിയും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം റെഡി ആകുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം അപ്പുറവും ഇപ്പുറവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളിതുപോലെ അപ്പുറവും ഇപ്പുറവും ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ മുഴുവൻ ചപ്പാത്തിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ വളരെ സിമ്പിളും ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ പൊറോട്ടയൊക്കെ അടിച്ചെടുക്കുന്നില്ലേ, അതുപോലെ നമുക്ക് ഇത് കൈവച്ചിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 കൈയിലും ഒന്ന് തടവിയെടുക്കുക. എന്നിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ അടിക്കുന്നത് പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ എപ്പോഴും ബാക്കി ഉണ്ടാകുന്ന ചോറ് മതി, പിന്നെ കുറച്ച് പാലും കുറച്ച് ഗോതമ്പ് മാവും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി നമുക്ക് ചപ്പാത്തി റെഡിയാക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇത്. എല്ലാ കറിയുടെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ കറി, ബീഫ് കറി, കടലക്കറി, ഗ്രീൻ പീസ് കറി, പിന്നെ അതുപോലെ പച്ചക്കറി കറി, എല്ലാ കറിയുടെ കൂടെയും കഴിക്കാൻ സൂപ്പറാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ലെയറായിട്ട് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ മടക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്